എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജലജ ദേവയാനിയോട് പറയുവാണ്, അങ്ങനെ എൻ്റെ മകന് ശാപമോഷം കിട്ടി, ഒരുപാട് കാലം കൂടി അവന് ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കാൻ പോവാണല്ലോ, അതിൻ്റെ സന്തോഷം ഏതായാലും ഉണ്ട് എന്നൊക്കെ ജലജ പറയുമ്പം ദേവേനെ പറയുന്നുണ്ട്, ഒരു ബ്രാഞ്ച് കിട്ടിയതിൻ്റെ സന്തോഷമാണോ നിനക്ക്? ഏതായാലും അവനോട് അത് നേരെ നോക്കിക്കണ്ട് നടത്താൻ പറ എന്ന് പറയുമ്പം, അതെ, അഭിയോടല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏട്ടത്തി പറയേണ്ടത്, സ്വന്തം മോനോടാണ് എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അത് പറയേണ്ടത് ആരോടാണ് എന്ന് എനിക്കറിയാം, ആദ്യം നീ നിൻ്റെ മോനെ നേരവണ്ണം നടത്താൻ നോക്കുക, അതാ നല്ലത് എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അവിടുന്ന് അഭിയും നവ്യയും കൂടെ ഇറങ്ങി വരും. അന്നേരം ജലജ അഭിയോട് പറയും, എടാ വെല്ലുമ്മയുടെ കാലോട്ട് അനുഗ്രഹം മേടിക്കാൻ പറയും. അനുഗ്രഹം മേടിക്കുമ്പോഴങ്ങ് ഇഷ്ടക്കേടാണ് ദേവേനിക്ക്. അഭിയുടെ മുഖത്തോട്ട് പോലും നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജലജ അത് നവ്യയോട് പറയുന്നുണ്ട്, അനുഗ്രഹം കൊടുക്കുമ്പോഴും അവരുടെ മുഖം നോക്കിയോ ഒന്ന് തെളിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും അനുഗ്രഹം മേടിച്ച് എഴുന്നേൽക്കുന്നതേക്കും ദേവേനി പറയുന്നുണ്ട്, ഇനിയെങ്കിലും നേരാവണ്ണം നന്നാവാൻ നോക്ക് നീ, എന്നിട്ട് സ്വന്തം കാര്യം നോക്കി നന്നായിട്ട് ജീവിക്കാൻ നോക്കുക എന്ന് പറയുന്നതേക്കും ഇങ്ങനെ സംശയത്തോടെ നോക്കും അഭി. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഒരു ബ്രാഞ്ച് ഇപ്പം നിനക്ക് സ്വന്തമായിട്ട് കയ്യിലോട്ട് കിട്ടിയല്ലോ, അത് നേരാവണ്ണം നോക്കി നടത്താനാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം ജലജ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ മോന് വലിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ സ്വന്തം മോന് കൊടുക്കുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ദേവയാനിയോട് ജലജ പറയുക. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഇവനൊരു ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുമല്ലേ ഇന്നെങ്കിലും നിൻ്റെ നാവ് പിഴയ്ക്കാതിരിക്കട്ടെ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന നവ്യ ചോദിക്കും, ഇതെന്താ വല്യമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്, അവനിപ്പോൾ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ആദർശും നയനയും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ജലജ പറയുവാണ്, ഇവന് ഈ ബ്രാഞ്ച് കൊടുക്കാം എന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, എന്നിട്ട് ഇന്നാണ് അവൻ ജോയിൻ ചെയ്യാൻ പോകുന്നത്, ഇത് ഇത്രയും വൈകിപ്പിച്ചത് ആദർശിൻ്റെ ഒറ്റൊരാളുടെ പിടിവാശിയാണ് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അങ്ങനെ ആദർശേട്ടൻ പിടിവാശി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അപ്പച്ചിയുടെ മോൻ തന്നെയാണ്. അന്നേരം നവ്യത്തെ കയറി പിടിക്കും. നവ്യ ചോദിക്കും, എന്താടി അഭിക്ക് ഇപ്പം പ്രശ്നം, ആദർശേട്ടൻ ചെയ്ത പോലുള്ള തെറ്റുകളൊന്നും അഭി ഇപ്പോഴും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ദേവയാനിക്ക് ദേഷ്യം വരുവേ. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, അവൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് അറിയണോ, അതല്ല ഞാനിപ്പോൾ വിളിച്ചു പറയണോ എന്നിങ്ങനെ ചോദിക്കുന്നതെങ്കിലും അഭിക്ക് ചെറിയൊരു ടെൻഷൻ ആകുന്നുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് ആദർശ, അമ്മ എന്താ ഈ പറയണ, അമ്മയെ മിണ്ടാതിരിക്കുക എന്ന് പറയും. എന്നിട്ട് അഭിയോടായിട്ട് പറയുന്നുണ്ട്, നിനക്കൊരു ബ്രാഞ്ച് ഇന്ന് ഏൽപ്പിക്കുവാണ്, അത് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നോക്ക് എങ്ങനെ എന്ന് പറയുക. അന്നേരം ജലജ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ അവൻ തെറ്റ് ചെയ്തു എന്ന്. എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഈ പറയുന്നത്? അവൻ വിവാഹത്തിന് മുമ്പ് കുറേ പെൺകുട്ടികളെ പ്രേമിച്ചിട്ടുണ്ട്, അതാണോ വലിയ കാര്യം? ഏതായാലും നവ്യയ്ക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം, നവ്യം പ്രേമിച്ചു തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്തേക്കും നവ്യ, അഭി പ്രേമിച്ചെന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഇവിടെ ചിലർ കാണിക്കുന്ന പോലെ കല്യാണത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയിൽ കുട്ടികളെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ലല്ലോ, അത്രയും വലിയ തെറ്റൊന്നും ഏതായാലും അഭി ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും. അന്നേരം ഇത് കേൾക്കുന്ന ദേവയാനിക്ക് ഇങ്ങനെ ഇരച്ച് കയറി വരുന്നുണ്ട്. അന്നേരം ആദർശ് അഭിയോട് പറയുവാണ്, നീ ഇന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, എന്നാൽ നീ ആ കാര്യം നടത്താൻ നോക്കുക, ആവശ്യമില്ലാത്ത സംസാരം ഇന്നിവിടെ ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞാനല്ലല്ലോ ഏട്ടാ സംസാരിച്ച് തുടങ്ങിയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. നവ്യ ആദർശിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഓരോ സീൻ വരുമ്പോഴും ഭയങ്കര സന്തോഷമാണ് അഭിയുടെ മുഖത്ത്. ഏതായാലും അഭി അങ്ങോട്ട് പോകുന്ന പുറകെ നവ്യ അങ്ങ് പോയി കഴിയുമ്പം ദേവയാനി ആദർശിനോട് പറയുന്നുണ്ട്, നിൻ്റെ അനുഗ്രഹം പോലും മേടിക്കാതെയാണ് അവൻ പോയത് എന്ന്. അന്നേരം ജലജ പറയുവാണ്, ശരിക്കും ഏട്ടൻ്റെ അനുഗ്രഹം മേടിച്ചിട്ടാണ് അവൻ പോകേണ്ടത്, ആദർശ് പ്രത്യേകിച്ച് MD ആയിരിക്കുന്ന സമയത്ത്. പക്ഷേ ഇപ്പം സ്വഭാവ ഗുണം കൊണ്ട് അഭിയേക്കാൾ ഒരുപാട് താഴെയാണ് ആദർശ്, അതുകൊണ്ട് ആദർശിൻ്റെ അനുഗ്രഹം മേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാതിരുന്നത് എന്ന് പറയുവാണ്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ജലജ നീ നിൻ്റെ നാവ് അടക്കി വെച്ചു, പലരും മൂടി വെക്കുന്നത് കൊണ്ടാണ് ഇവിടെ പലരും കയറി സംസാരിക്കുന്നത്, അത് ഒരുപാട് കാലം ഒന്നും മൂടി വെക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല, എല്ലാം കൂടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ അകത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നീ മിണ്ടാതിരിക്കുന്നത് നല്ലത് എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, ആയിക്കോട്ടെ ഞാൻ മിണ്ടാതിരുന്നോളാം, ഈ വീട്ടിലെ ഏറ്റവും ചീത്ത ഞാനും എൻ്റെ മോനും ആണല്ലോ, അങ്ങനെയാണല്ലോ ഓരോരുത്തർ പറഞ്ഞു വെച്ചേക്കുന്നത്, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോവാണ്. പോയി കഴിയുമ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം സഹിച്ച് എത്ര കാലമാണ് മോനെ നമ്മൾ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അമ്മേ, ഒരു യുദ്ധം നടക്കുമ്പം സത്യത്തിൻ്റെ ഭാഗമായിരിക്കും ജയിക്കുന്നത്, പക്ഷേ അവിടെ കുറേ നാശനഷ്ടങ്ങളുണ്ടാകും, അതിൻ്റെ പേരിൽ ജയിച്ചവരും സങ്കടപ്പെടേണ്ടി വരും. ഇന്നിവിടെ നമ്മൾ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ അതൊന്നും കേട്ടുകൊണ്ട് നിൽക്കില്ല, അവളുടെ ജീവിതം തകരും, അത് പിന്നെ ഈ കുടുംബത്തിൻ്റെ തകർച്ചയിലേക്ക് എത്തിക്കും, അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരില്ലേ, അതുകൊണ്ട് ഈ സത്യങ്ങളൊന്നും ഇപ്പം അമ്മ തുറന്നു പറയാൻ പോവണ്ട എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ആകെ വിഷമമാട്ടോ ദേവയാനിക്ക്. ദേവയാനി പറയുന്നുണ്ട്, എന്ത് ചെയ്യാം, ഇത് സഹിക്കില്ല, വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങോട്ട് പോകുന്നു. അന്നേരം ആകെ വിഷമിച്ച് നിൽപ്പുണ്ട് നമ്മുടെ നയന.
പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു തുഷാരയോട് പറയുവാണ്, നാളെ നമ്മൾ ഇവിടുന്ന് പിരിയുവാണ്, എനിക്ക് ഇത്രയും നല്ലൊരു സുഹൃത്തിനെ ഇതുവരെ കിട്ടിയിട്ടില്ല, എൻ്റെ എല്ലാ ആൺ സുഹൃത്തുക്കളായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തുഷാര അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് തുഷാര പറയുവാണ്, നീ ഏതായാലും ജോയിൻ ചെയ്യുന്ന സ്റ്റേഷൻ സൂപ്പർ ആയിരിക്കും ഉറപ്പാ എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അതാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേടി, ഞാൻ അങ്ങോട്ട് ജോയിൻ ചെയ്യുന്നത് പോലെ തന്നെ മിക്കവാറും ഇറങ്ങി പോരേണ്ടി വരുമെന്നാണ് അവരുടെ ഭയം എന്ന് പറയും. അന്നേരം തുഷാര പറയുന്നുണ്ട്, അങ്ങനെ ജോലി പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഏത് നിമിഷം ജോലി തരാൻ റെഡിയായിട്ട് ഒരാളുണ്ടല്ലോ നിനക്ക് എന്ന് പറയുമ്പം നീ ആരുടെ കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും. ഞാൻ നിൻ്റെ കാമുകൻ്റെ കാര്യം തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയുമ്പം നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട, അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് പറയുമ്പം അവൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ വീട്ടിലുള്ളവരിലെല്ലാം എല്ലാവരും ഇതറിയുമെന്ന് അറിഞ്ഞിട്ടും റിസ്ക് എടുത്ത് നിന്നെ ഫോളോ ചെയ്യുന്നതും നിന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നതും എന്നിങ്ങനെ പറയുമ്പം നന്ദു പറയുവാണ്, അവൻ അങ്ങനെ പല ചിന്തകളും കാണും, പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, നല്ല ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്, അതിനോട് 100% സത്യസന്ധത പുലർത്തണം എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പം തുഷാര പറയുന്നുണ്ട്, എടി മോളെ നീ ഒരു തവണ അവനെ മിസ് ചെയ്തു, പക്ഷേ ഇനി അവനെ നിനക്ക് കിട്ടുവാണെങ്കിൽ, കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും നീ അവനെ വിട്ട് കളയരുത്, അനാമികയുടെ സ്വഭാവവും അവളുടെ ചീത്ത നടപ്പും എല്ലാം അവൻ നിന്നിലേക്ക് എത്തിക്കുന്നത് അവൾ അങ്ങനെയുള്ളവളായതുകൊണ്ട് അവളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ നീ അവനെ കൈവിടരുത് എന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്നൊക്കെ തുഷാര പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയും, ഇനിയിപ്പം കുറച്ച് നേരം കൂടിയല്ലേ ഒരുമിച്ചുള്ളൂ, അതുകൊണ്ട് ഒന്ന് പാർക്കിലൊക്കെ പോയി കുറച്ച് നേരം സംസാരിച്ച് ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് തുഷാര അപ്പുറത്തേക്ക് റെഡിയാകാൻ പോകുമ്പോഴും നന്ദുവിനാകെ വിഷമമാട്ടോ. നന്ദു ഫോൺ എടുത്ത് അനിയുടെ ഫോട്ടോസ് ഇങ്ങനെ നോക്കി വിഷമിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയാണ്. നയന ആദർശിനോട് പറയുവാണ്, നാളെയാണ് നന്ദു തിരിച്ചു വരുന്നത്, നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ അവൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം, പിന്നെ മുത്തച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ, മുത്തച്ഛൻ ആർക്ക് വേണ്ടി അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറൊന്നുമില്ല, പിന്നെ എന്തോ നിന്നെയും നിൻ്റെ കുടുംബത്തിനെയും മുത്തച്ഛന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്തു തരുന്നത് എന്ന് പറയുമ്പം മുത്തച്ഛന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, പക്ഷെ നമ്മുടെ കൺമുമ്പിൽ അവൾ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയും. അന്നേരം ആദർശ് പറയുവാണ്, അവൾ ഇതിനു മുമ്പ് പറഞ്ഞത് ജോലി കിട്ടിയിട്ട് വിവാഹം മതി എന്നല്ലേ, അങ്ങനെയാണെങ്കിൽ അവൾക്ക് നല്ലൊരു ചെറുക്കനെ ആലോചിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, അതാണ് ആദർശേട്ട ഏറ്റവും വലിയ പ്രശ്നം, അവളുടെ മനസ്സിലും അനിയുണ്ട്, നമ്മൾ അവിടെ ചെന്നപ്പോഴും അനിയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവളുടെ മുഖത്തെ ആ ഭാവം ശ്രദ്ധിച്ചായിരുന്നോ, അവനെപ്പറ്റി പറയുന്നത് കേൾക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ട്, അത് തിരിച്ചുകൊണ്ട് രണ്ടുപേരും ബാക്കിയുള്ളവരെ പേടിച്ചതങ്ങ് പുറത്തേക്ക് കൂടുതൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയും. അന്നേരം ആദർശ് പറയുവാണ്, നന്ദുവിൻ്റെ വിവാഹം നടക്കുവാണെങ്കിൽ അനിയും നന്ദുവും കൂടെ ഒന്നാകും എന്നുള്ള ആ ടെൻഷൻ അങ്ങ് മാറിക്കിട്ടിയേനെ, ഇവിടെ അനാമികയുടെ വായു അടപ്പിക്കായിരുന്നു എന്നിങ്ങനെ പറയുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, ഒരിക്കലും നന്ദു അനിയുമായിട്ട് യോജിക്കാനൊന്നും വരില്ല, അവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒന്നിക്കുന്നതിനെ പറ്റിയോ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല, അതിനുവേണ്ടി ഒരു കുറുക്ക് വഴിയും ഞാൻ നോക്കുകയില്ല എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം തുറന്ന് പറയാൻ നയനെ, അവർ തമ്മിലായിരുന്നു പരസ്പരം ചേരേണ്ടത്, അങ്ങനെയായിരുന്നെങ്കിൽ ഈ കുടുംബത്തിനകത്ത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു, പിന്നെ 3 പെൺമക്കളെയും ഇങ്ങോട്ട് വിട്ടു എന്നൊക്കെ നാട്ടുകാർ ചിലപ്പോൾ കുറ്റം പറഞ്ഞെന്നിരിക്കും, പക്ഷെ അതായിരുന്നു ഏറ്റവും നല്ലത്, ഈ കുടുംബത്തിൽ സമാധാനം കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശങ്ങ് പോകുമ്പം എനിക്ക് ഇത്തിരി വിഷമമൊക്കെ വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയാണ്. അഭി ജോയിൻ ചെയ്തു, അവിടെ ജനറൽ മാനേജർ അഭിനന്ദൻ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര അഭിമാനം. ഏതായാലും ആ പേരൊക്കെ ഒന്ന് നോക്കി ഒന്ന് അഭിമാനം കൊണ്ടതിന് ശേഷം ഫോൺ എടുത്ത് വിളിക്കുന്നു, എന്നിട്ട് സ്റ്റാഫിനെ എല്ലാവരും എനിക്കൊന്ന് കാണണം, ഇപ്പം തൽക്കാലം 2 ലേഡി സ്റ്റാഫിനെ ഇങ്ങോട്ട് വിടുക എന്ന് പറയും. എന്നിട്ട് ഫോൺ വെച്ചതിന് ശേഷം ആലോചിക്കുവാണ്, കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരാണെങ്കിൽ ഇവിടെ നിർത്തണം, അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റി അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ നിയമിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ 2 പെൺകുട്ടികൾ അങ്ങോട്ട് വരും. കാണുമ്പോൾ വലിയ തൃപ്തിയൊന്നുമില്ല, എങ്കിലും അവരോട് സംസാരിക്കുവാണ്. അവരോട് പറയുന്നുണ്ട്, ഇവിടുത്തെ MDക്ക് എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് എന്നെ ഇവിടെ നിയമിച്ചത്, ഞാനാണ് അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇനി ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്, അതുകൊണ്ട് എന്നെ അനുസരിച്ച് നിന്നോണം എന്നൊക്കെ പറയുമ്പോഴാണ് ഒരാൾ അങ്ങോട്ട് വരുന്നത്. അന്നേരം എക്സ്ക്യൂസ് മീ, മേ ഐ കം ഇൻ എന്ന് ചോദിക്കുന്നത് ദേഷ്യപ്പെടും, തന്നോട് ആരോടോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, ഗെറ്റ് ഔട്ട് എന്ന് പറയും. പക്ഷെ അങ്ങേര് മൈൻഡ് ചെയ്യൊന്നുമില്ല, നേരെ അകത്തോട്ട് കയറി വന്നിട്ട് ഒരു കവറെടുത്ത് കയ്യിലോട്ട് കൊടുക്കുവാണ്. അത് നോക്കിയിട്ട്, ഓ തന്നെ കോഴിക്കോട്ട് നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ, അവിടെ ബ്രാഞ്ച് നോക്കിയിരുന്നത് താനല്ലേ, താനെന്തിൻ്റെ പിന്നെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇങ്ങോട്ട് നിയമിച്ചത് ആദർശ് സാറാണ് എന്ന് പറയും. എന്നിട്ട് അങ്ങേര് എടുത്ത് പറയുന്നുണ്ട്, എന്നെ മൂർത്തി സാറും വിളിച്ചായിരുന്നു, അദ്ദേഹം പറഞ്ഞു സാറിന് ഇത്തിരി പരിചയക്കുറവുണ്ട്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും എൻ്റെയും കൂടി മേൽനോട്ടം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അഭി പറയും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, അങ്ങനെ വേണമെന്നാണ് എന്നോട് MDയും പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട്
അതുകൊണ്ട് സാർ എന്ത് തീരുമാനം ഇവിടെ എടുത്താലും ഞാനും അറിയണം, എങ്കിൽ മാത്രമേ ആ കാര്യം നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പം എനിക്ക് മേലെ ഒരു ജനറൽ മാനേജർ ഇവിടെ വേറെയോ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം ഞാൻ ജനറൽ മാനേജറല്ല, സാറിനും താഴെയാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും എന്നോടുകൂടെ ചോദിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട് അബിക്ക്. നേരം അബി പറയും ഇതൊന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ നടക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, ഏതായാലും എന്നെ നിയമിച്ചത് MD ആണ്, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിന് MDയോട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങേരങ്ങ് ഇറങ്ങി പോകുന്നു. അന്നേരം അവിടെ ഇരിക്കുന്ന പെൺപിള്ളേർക്ക് ചിരി വരുന്നുണ്ട്. എന്തെങ്കിലും അബി നിനക്കൊക്കെ ചിരി വന്നോടി എന്ന് ചോദിക്കും. അന്നേരം ഇല്ല സാർ ഞങ്ങൾ ചിരിച്ചില്ല എന്ന് പറയുമ്പോൾ ചിരി വന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഒരുപാട് ചിരിക്കൊന്നും വേണ്ട, ഈ MD എന്ന് പറയുന്ന ആദർശ് ഉണ്ടല്ലോ, അവൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത് എന്നിൽ നിന്നാണ്, അതിനുശേഷം അവൻ MD ആയി, ഇപ്പം അവന് മേളിൽ ഞാൻ വളരരുത്, അതിനുവേണ്ടി അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, കുഴപ്പമില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരുടെ അടുത്ത് വലിയ പൊങ്ങച്ചം പറയുന്നുണ്ട് അബി. പിന്നീട് ആദർശിനെ കാണിക്കുന്നു. ആദർശിൻ്റെ അടുത്തോട്ട് ജയം വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും എടാ അബി ജോയിൻ ചെയ്തേക്കുന്ന ബ്രാഞ്ചിൽ നീ വേറൊരു മാനേജറെ കൂടി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, അങ്ങനെ ചെയ്യണമെന്ന് അച്ഛനും മുത്തച്ഛനും ഒക്കെ പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ടാണ് ചെയ്തത്, കോഴിക്കോട് ബ്രാഞ്ചിലെ മാനേജരെയാണ് അങ്ങോട്ട് മാറ്റിയത് എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് അവൻ എന്നെ വിളിച്ചു, അവനത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് അവന് ഇഷ്ടമില്ലെങ്കിൽ കുഴപ്പമില്ല, അവൻ വീട്ടിൽ പോയിരുന്നോട്ടെ, ഉണ്ടെങ്കിൽ അവൻ അവിടെ ജോയിൻ ചെയ്താൽ മതി, അവിടുത്തെ കാര്യങ്ങളെല്ലാം അയാളായിരിക്കും നോക്കുന്നത്, അവൻ ആ ക്യാബിനെ പോയി ഒന്ന് ഇരുന്ന് തന്നാൽ മാത്രം മതി എന്ന് പറയുവാണ്. അന്നേരം ജയം പറയുന്നുണ്ട് അവന് ഇത് തന്നെ വേണം, എല്ലാ കാര്യങ്ങളും വേറൊരു ആളെ മേൽനോട്ടത്തിന് വെച്ചത് ഏതായാലും നന്നായി, അവൻ്റെ കള്ളത്തരങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് അവനെ അവിടുന്ന് അടിച്ച് പുറത്താക്കുമായിരുന്നു ചെയ്യേണ്ടത്, പിന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ എന്നോർത്താണ് ബാക്കിയുള്ളവന് ഇതെല്ലാം സഹിക്കുന്നത്, ഏതായാലും കൂടുതൽ സ്വാതന്ത്ര്യം അവന് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ ജയം പറയുന്നുണ്ട്. എന്നിട്ട് ആദർശനോട് പറയും ഇനി അവൻ എന്നെ വിളിച്ച് പരാതി പറയുവാണെങ്കിൽ ഞാൻ ഇത്തിരി കടുപ്പിച്ച് തിരിച്ച് സംസാരിച്ചോളാം, ഒരു വിട്ടുവീഴ്ചയും അവൻ്റെ ആ കാര്യത്തിൽ ആവശ്യമില്ല എന്ന് തന്നെ ജയനും പറയുന്നുണ്ട്. അന്നേരം ആദർശം പറയും അതത്രയേ ഉള്ളൂ, അവൻ ഇതിനു മുമ്പ് നോക്കിയ ബ്രാഞ്ചിൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം, അവനെ തന്നെ അത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് തിരിമറികൾ നടത്തും, പിന്നെ ആ ബ്രാഞ്ച് ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല, ഏതായാലും അവനും അവൻ്റെ ഭാര്യയ്ക്കും തൃപ്തിയാകാൻ വേണ്ടി അവനൊരു ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒന്ന് ഇരുന്ന് തന്നാൽ മതി, ബാക്കിയൊക്കെ മാനേജർ നോക്കിക്കോളും, എങ്കിലേ കാര്യങ്ങൾ ശരിയാകുള്ളൂ എന്ന് തന്നെ ആദർശ് വീണ്ടും പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ മുത്തശ്ശിയെ കാണിക്കുന്നത്. അപ്പം മുത്തശ്ശി കുറേ നാളായി ഇപ്പം ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്കപ്പ് നടത്തിയിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അങ്ങോട്ടേക്ക് ജലജ വരും. അന്നേരം ജലജ ചോദിക്കുകയാണ് അച്ഛാ എനിക്ക് എത്ര ബ്രാഞ്ചാണ് കൊടുത്തേക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം അത് നിനക്കറിയത്തില്ലേ 3 ബ്രാഞ്ചാണെന്ന് മുത്തശ്ശി പറയും. അന്നേരം ജലജ പറയുന്നുണ്ട് അബിക്ക് ഒരു ബ്രാഞ്ചല്ലേ കൊടുത്തിട്ടുള്ളൂ, എന്നിട്ട് പോലും അവിടെ അവനെ നിയന്ത്രിക്കാൻ വേണ്ടി വേറൊരു മാനേജറെ വെച്ചേക്കുന്നു, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതെന്താ അവൻ അത്രയ്ക്ക് കഴിവില്ലേ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്ക് 3 ബ്രാഞ്ച് കൊടുത്തെങ്കിൽ അവിടെയും മാനേജർമാരെ വെച്ചിട്ടുണ്ട്, ഇവനും മാനേജറെ വെച്ചിട്ടുണ്ട്, ഇവർക്ക് പരിചയസമ്പന്നത കുറവാണ്, അതുകൊണ്ടാണ് വേറൊരു മാനേജറെ കൂടി വെച്ചേക്കുന്നത്, ആദർശന് അതിൻ്റെ ആവശ്യമില്ല, ഒരു ക്യാബിനിൽ ഇരുന്ന് അവനെല്ലാം നിയന്ത്രിക്കാൻ അറിയാം എന്നിങ്ങനെ പറയുക മുത്തശ്ശൻ. എന്തെങ്കിലും ജലജ ആദർശന് ഒരു ക്യാബിനിൽ ഇരുന്ന് എല്ലാവരെയും നിയന്ത്രിക്കാൻ അറിയാം, അതിൻ്റെ കുളമാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാൻ വരണ്ട, അവനിപ്പം ഒരു ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട്, അത് മര്യാദയ്ക്ക് അവനോട് നോക്കി നടത്താൻ പറ, അങ്ങനെ നോക്കി നടത്തിയാൽ തന്നെ അവന് ശമ്പളം കൂടുതൽ കിട്ടും, പിന്നെ വർഷാവർഷം ആ ബ്രാഞ്ച് മെച്ചമായിട്ടാണ് പോകുന്നതെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻസെൻറ്റീവും കിട്ടും, അതിലൂടെ അവന് വളരാൻ നോക്കാൻ പറ എന്ന് മുത്തശ്ശൻ പറയുവാണ്. അന്തേക്കും ജലജ അല്ലെങ്കിലും എന്നോടും മോനോടും ഇവിടെ തിരിച്ചു വ്യത്യാസമാണല്ലോ, അതാണല്ലോ ഈ കാണിച്ചു കൂട്ടുന്നത്, ഇവിടെ തുല്യ നീതിയൊന്നും അല്ല എല്ലാവർക്കും കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കേണ്ട നീതി ഞാൻ കൊടുക്കുന്നുണ്ട്, അതിലപ്പുറം ആരും പിടിച്ചു വാങ്ങാനായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുവാണ്. അന്നേരം ജലജ പറയുന്നുണ്ട് ആദർശ് ഇത്രയും വലിയ തെറ്റ് ചെയ്തു എന്നിട്ടും അവന് യാതൊരു കുഴപ്പവുമില്ല, ഇതെല്ലാം എനിക്കറിയാം, ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ആവശ്യമില്ലാതെ സംസാരിക്കരുത് എന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, ഇനി നീ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകും, അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നങ്ങ് പറയുവാണ്. അന്നേരം ഇത്തിരി വിഷമത്തോടെ ഞെട്ടലോടെ ഇങ്ങനെ കേട്ട് നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.